പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൻസൂർ അലി കാപ്പുങ്കൽ സാറ് നമ്മുടെ തൊഴിൽ വേദിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 15 ചോദ്യങ്ങളുണ്ട്. നിങ്ങളെ കൊണ്ട് 7 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2022 ONV പുരസ്കാരം നേടിയത് ആരാണ്? ശ്രദ്ധിക്കുക, 2022 ONV പുരസ്കാരം നേടിയത് ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആരാണ് 2022 ONV പുരസ്കാരം? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ടി പത്മനാഭനാണ് അല്ലേ. അപ്പോൾ 2022 ONV പുരസ്കാരം നേടിയത് ആരാണ്? ടി പത്മനാഭനാണ്. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ബൈഖോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, ബൈഖോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അറിയാമോ ബൈഖോ ഫെസ്റ്റിവൽ? അപ്പോൾ 4 ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അസം ആണ് അല്ലേ. അപ്പോൾ ബൈഖോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസം ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഈ വർഷത്തെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ EPA എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ EPAയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്രാം റാങ്ക് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഈ വർഷത്തെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദ്യം. ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 180 ആണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ 2022 എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ അത് 180 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്നും മോചിതരാകാനായിട്ട് കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ എന്താണ്, ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഫോണിന് അടിമകളാകുന്ന കുട്ടികളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാനായിട്ട് കേരള പോലീസ് നടത്തുന്ന പരിപാടിയുടെ പേര് എന്തെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കൂട്ടെന്നാണ് കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? കൂട്ടെന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, 2022 ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചലച്ചിത്ര അല്ലെങ്കിൽ ചിത്രശലഭമായിട്ടാണ് ബ്ലൂ ഡ്യൂക്ക് പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ബ്ലൂ ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിത്രശലഭമാണ് അല്ലേ. അപ്പോൾ 2022 ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന നമ്മുടെ ചിത്രശലഭമായിട്ടാണ് ബ്ലൂ ഡ്യൂക്ക് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. സിക്കിമാണ് കേട്ടോ. അപ്പോൾ സിക്കിമിലെ സംസ്ഥാന ചിത്രശലഭമാണ് ബ്ലൂ ഡ്യൂക്ക്. ഓക്കെ, ബ്ലൂ ഡ്യൂക്ക്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ജൂണിൽ രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ താരം ആരാണ്? ശ്രദ്ധിക്കുക, 2022 ജൂണിൽ രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണല്ലേ. പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നമ്മളതിൻ്റെ അറിഞ്ഞതായിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മിതാലി രാജാണ് അല്ലേ. അപ്പോൾ 2022 ജൂണിൽ രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വനിതാ താരമാരാണ് അല്ലെങ്കിൽ ഇന്ത്യൻ താരമാരാണെന്ന് ചോദിച്ചാൽ അത് മിതാലി രാജാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 15ാം കേരള നിയമസഭയിലെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ശ്രദ്ധിക്കുക, നമ്മുടെ 15ാം കേരള നിയമസഭയിലെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണമാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര വനിതാ മന്ത്രിമാരാണ് നിലവിലത്തെ 15ാം കേരള നിയമസഭയ്ക്കകത്തുള്ളത്? നമുക്കറിയാം 3 പേരാണ് അല്ലേ. അപ്പോൾ നിലവിലെ 15ാം കേരള നിയമസഭയിൽ എത്ര വനിതാ മന്ത്രിമാരാണുള്ളത്? 3 പേരാണുള്ളതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. 8ാമത്തെ ചോദ്യം വായിച്ചേ. ബീച്ചുകളുടെ സമഗ്ര നടത്തിപ്പിനായിട്ട് ബീച്ച് വിജിൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ബീച്ചുകൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കാനും അതിൻ്റെ നടത്തിപ്പിനൊക്കെ ആയിട്ട് ബീച്ച് വിജിൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഇത് ഏത് സംസ്ഥാനമാണ് ബീച്ച് വിജിൽ ആപ്പ് പുറത്തിറക്കിയത് എന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഗോവയാണ് കേട്ടോ. അപ്പോൾ ബീച്ചുകളുടെ സമഗ്ര നടത്തിപ്പിനായിട്ട് ബീച്ച് വിജിൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഗോവയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 1957 ഇനി കുറച്ച് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. 1957 EMS മന്ത്രിസഭയിൽ KR ഗൗരിയമ്മ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്? നമുക്കിതിൽ ഒന്നറിയായിരിക്കും, റവന്യൂ ആണെന്ന് നമുക്കറിയാം അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് മാത്രമല്ല ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1957 EMS മന്ത്രിസഭയിൽ നമ്മുടെ KR ഗൗരിയമ്മ 2 വകുപ്പുകളാണ് കൈകാര്യം
കൈകാര്യം ചെയ്തിരുന്നത്? ഒന്ന് റവന്യൂ ആണെന്നറിയാം അല്ലേ? അപ്പോൾ 3 വരുന്ന ഏതോ ഒരു ഓപ്ഷൻ ശരിയാണെന്നറിയാം. ഇനിയിപ്പോൾ ഇതിനകത്ത് 2, 3 വരുന്നുണ്ട്, 3, 4 വരുന്നുണ്ട്. അപ്പോൾ ഇനി എക്സൈസ് റവന്യൂ ആണോ അതോ റവന്യൂ വ്യവസായം ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതാണ് ശരി ഉത്തരം വരുന്നത്? നമ്മുടെ എക്സൈസ് റവന്യൂ ആണ് അല്ലേ? ഓപ്ഷൻ 2 ശരിയാണ്. എക്സൈസും റവന്യൂ ആണ് ആര് കൈകാര്യം ചെയ്തിരിക്കുന്നത്? നമ്മുടെ KR ഗൗരി അമ്മ. 2ഉം 3ഉം എക്സൈസും റവന്യൂ ആണ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 1987 EMS മന്ത്രിസഭയിൽ KR ഗൗരി അമ്മ കൈകാര്യം ചെയ്തത് എന്തൊക്കെയാണ്? എക്സൈസും റവന്യൂ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിയാക്കുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിയാക്കുന്നു. ഇത് ആരുടെ വാക്കാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 4 സൂക്ഷിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിയാക്കുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ നിരവധി ജനങ്ങളെ പട്ടിണിയാക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വാഗ്ഭടാനന്ദനാണ് എന്ത് പറയുന്നത്? 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിയാക്കുന്നു. ഒരുപാട് പണം സൂക്ഷിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഒരുപാട് ജനങ്ങളെ പട്ടിണിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഏതാണ്? ശ്രദ്ധിക്കുക, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏത് വർഷമാണ്? നമുക്കറിയാം 1941 അല്ലേ? 1941 എന്ത് ചെയ്യുന്നത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിക്കുന്നത് 1941. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. കലാകേരളം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കലാകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെ സ്ഥാപകൻ ആരെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ആരാണ് നമ്മുടെ കലാകേരളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. വേലുക്കുട്ടി അരയനാണ് അല്ലേ? അപ്പോൾ വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? കലാകേരളം എന്നാണ് കേട്ടോ. അപ്പോൾ കലാകേരളം വേലുക്കുട്ടി അരയൻ, കലാകേരളം വേലുക്കുട്ടി അരയൻ, കലാകേരളം വേലുക്കുട്ടി അരയൻ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. യാചനയാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? അപ്പോൾ ഇതിനകത്ത് 4 ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് യാചനയാത്രയുടെ ലക്ഷ്യമെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഒന്നാമത്തെ വായിച്ചു നോക്കിയേ. അവർണ വിഭാഗങ്ങളുടെ ക്ഷേത്രപ്രവേശനം ആണോ? അല്ലേ? അവർണ വിഭാഗങ്ങളുടെ ക്ഷേത്രപ്രവേശനം അല്ല. സർക്കാർ സർവീസിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക അതാണോ? അതും അല്ല. നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക, ഇനിയിപ്പോൾ ഇതാണോ? ഒരിക്കലും അല്ല. എന്നാൽ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് യാചനയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശ്രദ്ധിക്കുക, യാചനയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇതാണെന്ത്? യാചനയാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ യാചനയാത്രയുടെ ലക്ഷ്യം എന്താണ്? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം കിട്ടിയോ? നമ്മുടെ ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശരി ഉത്തരം നിങ്ങൾക്കൊന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കളവങ്കോടാണ് അല്ലേ? ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കളവങ്കോടാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 15ാമത്തെ ചോദ്യം എന്താണ്? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാണ്? ശ്രദ്ധിക്കുക, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. അപ്പോൾ ശരിയുത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 1893 അല്ലേ? അപ്പോൾ 1893 എന്ത് ചെയ്യുന്നത്? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത് എപ്പോഴാണ്? 1894 അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 15 പ്രധാനപ്പെട്ട കറണ്ട് അഫെയറും അതുപോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്ര പേർക്ക് ഇതിനകത്ത് നിന്ന് 7 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.